എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ അടുത്ത ദിവസത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ. അങ്ങനെ അടുത്ത ദിവസങ്ങൾ നമ്മൾ കാണാൻ പോകുന്ന ഗൗതം അഭിരാമിയെ രക്ഷിക്കാനായിട്ട് തുനിഞ്ഞിറങ്ങുവാണ്. തന്റെ കളിക്കൂട്ടുകാരിയാണ്, തന്നോടൊപ്പം ഒന്നിച്ച് പഠിച്ചാണ്, ഉറ്റ ചങ്ങാതിയാണ്. അപ്പൊ അവളെ രക്ഷിക്കാതിരിക്കാനായിട്ട് ഗൗതത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ ഗൗതം അവളെ രക്ഷിക്കാനായിട്ടുള്ള ദൗത്യമായിട്ട് പോകുന്നത്. പിന്നീട് കുടുംബത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ നന്ദയവായിട്ടും ഇന്ത്യവരത്തിലെ ഓരോ ആൾക്കാരുമായിട്ടും ഗൗതത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇനി നമ്മൾ വരുന്ന ദിവസങ്ങൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ കണ്ടു. അങ്ങനെ കമ്മീഷണർ ഗൗതത്തിനെ വിളിച്ച് അഭിനന്ദിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ ഈ സമയത്തും ഗൗതത്തിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഇരിപ്പായിരുന്നു. കാരണം ക്യാപ്റ്റൻ അഖില രക്ഷപ്പെട്ടെന്ന് കമ്മീഷണർക്കൊക്കെ അറിയാം. പക്ഷെ അവളെ പെട്ടെന്ന് തന്നെ പിടികൂടാനായിട്ട് ഉത്തരവിട്ടിട്ടുണ്ട്. ഒരു പക്ഷേങ്കിൽ അഭിരാമിനെ കുറിച്ചുള്ള ചിന്തകൾ ഗൗതത്തിനെ അലട്ടുവാണ്. എന്നാൽ കാടൻകുല്ലിയിൽ വെച്ചുണ്ടായ ആക്രമണത്തില് അഭിരാമിയുടെ ഹസ്ബൻഡ് സൂരജ് മരിച്ചെങ്കിലും പക്ഷെ അഭിരാമിനെ ഗൗതം രക്ഷപ്പെടുത്തുക ചെയ്തത്. തന്റെ കളിക്കൂട്ടുകാരിനെ അങ്ങനെ കൊല്ലാനായിട്ട് ഗൗതത്തിന് മനസ്സ് കണ്ടില്ല. തീവ്രവാദിയാണെങ്കിൽ പോലും അവളൊരു സ്ത്രീയാണ്. അത് മാത്രമല്ല അവൾ പ്രഗ്നന്റും കൂടെയാണ്. ഉടനെ തന്നെ ഒരു കുഞ്ഞിന്റെ അമ്മയാൻ പോകുന്നതാണ്. അവൾക്ക് നേരെ തോക്ക് ചൂണ്ടിയതല്ലാതെ വെടിവെക്കാനായിട്ട് ഗൗതത്തിന് കഴിഞ്ഞിരുന്നില്ല. അതൊക്കെ ഓർത്തും ഗൗതത്തിന് വല്ലാത്തൊരു വിഷമം ഉണ്ടാകുന്നുണ്ട്. പിന്നീട് കമ്മീഷൻ പറഞ്ഞു, ഗൗതത്തിന്റെ മനസ്സിൽ എന്തോ പ്രശ്നം അലട്ടുന്നുണ്ട്. കുഴപ്പമില്ല, ക്യാപ്റ്റൻ അഖിലയെക്കുറിച്ച് ഓർത്തായിരിക്കില്ലേ ടെൻഷൻ. അവളെ നമുക്ക് പതുക്കെ കണ്ടുപിടിച്ചോളാം. മെയിനായിട്ടുള്ള ആൾക്കാരെയൊക്കെ ടാർഗറ്റ് നമ്മൾ ഇല്ലാതാക്കിയില്ലേ. ഇനിയിപ്പോൾ ആ ബോംബ് ബ്ലാസ്റ്റിംഗ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഗൗതം മോതാർത്ത് വിഷമിക്കണ്ടെന്ന് പറയാം. പിന്നീട് ഗൗതം അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ ഇറങ്ങിയാലും ഗൗതത്തിന്റെ ഉള്ളിൽ അഭിരാമി മാത്രമായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അവൾ എന്തെടുക്കുമായിരിക്കും? അവൾക്ക് വല്ല പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? പിന്നീട് അഭിരാമിനെ വിളിക്കുവാണ് ഗൗതം. വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ച് കഴിച്ചപ്പം പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കണമെന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഗൗതത്തിന് സമാധാനമായത്. ഗൗതം ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പിന്നെ വ്യക്തമായിട്ടൊരു കാരണം ഉണ്ടായിരുന്നു. ചെറുതിലെ ഗൗതം പുഴയെ മുങ്ങി മരിക്കാൻ പോകുന്ന സമയത്ത് അഭിരാമിയുടെ ഭർത്താവായ സൂരജ്, അതായത് കമാൻഡർ ആദിത്യനായിരുന്നു ഗൗതത്തിനെ രക്ഷിച്ചത്. ആ ഒരു നന്ദിയും കടപ്പാടും ഗൗതത്തിന് എന്നും അവരോടുണ്ടായിരുന്നു. അത് പോരാഞ്ഞിട്ട് അവര് നാലുപേരും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. അർജുനും അഭിരാമിയും സൂരജും ഗൗതം എല്ലാം ഉറ്റ ചങ്ങാതിമാരായിരുന്നു. അതുകൊണ്ട് അഖിലയുടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവളുടെ നേർക്ക് നിറയൊഴിക്കാനോ അല്ലെങ്കിൽ പോലീസ് സാറിന്റെ മുന്നിൽ അവളെ കൊണ്ടു നിർത്താനോ ഗൗതത്തിന് സാധിച്ചില്ല. തന്റെ കൂട്ടുകാരെ എങ്ങനെയും രക്ഷിക്കണമെന്ന് തന്നെ ഗൗതം തീരുമാനിച്ച്. പോരാത്തിന് അവളുടെ വീട്ടിൽ ഒരു കുഞ്ഞുമുണ്ടല്ലോ. അങ്ങനെ ഗൗതം എന്നെ ഫോണിൽ വിളിച്ച് പിന്നീട് വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഗൗതത്തിന് മൊത്തം ടെൻഷൻ കണ്ടുവച്ചപ്പോൾ നന്ദ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഗൗതം ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നന്ദി ചോദിച്ചു, അല്ല കാടൻകൊല്ലയിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ, പിന്നെ എന്താ ഗൗതം സാറിന്റെ മുഖം വല്ലാതിരിക്കണേന്ന് ചോദിക്കാം. ഒരു പ്രശ്നമില്ല എന്ന് പറയാം. പിന്നീട് ഗൗതം സാധാരണ പോലെ തന്നെ അങ്ങോട്ട് എല്ലാവരുടെ മുന്നിൽ അങ്ങോട്ട് പെരുമാറാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വൈകുന്നേരം ആയപ്പോൾ ഗൗതത്തിന്റെ ഫോണിൽ കോള് വരുന്നത്. അപ്പൊ കോള് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നന്ദയാണ് കോൾ എടുക്കുന്നത്. കോൾ എടുത്ത് കഴിയുമ്പോഴത്തേനും ഒരു സ്ത്രീയുടെ സൗണ്ട് ആകട്ടെ. പെട്ടെന്ന് നന്ദിയോർത്ത് ആരാ പോലും വിളിക്കുന്നത്. പിന്നീട് ഗൗതം വന്നിട്ട് പറഞ്ഞു, അതെ ആരോ വിളിക്കുന്നുണ്ട് എന്ന് പറയണം. ഇതേ ആമി എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത് പറയാം. പെട്ടെന്ന് ഗൗതത്തിന്റെ ഉള്ളിലൊരു വെള്ളിയൊരു വിട്ട്, ഇത് അഭിരാമിയാണല്ലോ വിളിക്കണേ. ഫോൺ മേടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് മാറിപ്പോയി. ഈ സമയം നന്ദയ്ക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. ഇതെന്താ ഇങ്ങനെ ഗൗതം സാറ് തന്റെ മുമ്പ് വെച്ച് സംസാരിക്കാൻ അങ്ങോട്ട് മാറി ഫോണും കൊണ്ട് പോയത്? എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ ഫോൺ വന്നു കഴിഞ്ഞിട്ട് ഇച്ചിരി സമയം ഗൗതം സംസാരിച്ചിരുന്നു. പിന്നീട് പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, എനിക്ക് പുറത്തു വരെ പോകണമെന്ന് പറയാം. ഇത് കേട്ടതും നന്ദ ചോദിച്ചു, എന്താ ഇപ്പൊ എന്തിനാ പുറത്തു പോകണമെന്ന് ചോദിക്കാം. എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങളുണ്ട്, ഇപ്പൊ തന്നെ പുറത്തു പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഗൗതം അങ്ങോട്ട് പോവാ. ഈ സമയത്ത് നന്ദയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായിപ്പോയി, വല്ലാത്തൊരു സങ്കടമൊക്കെ വന്നു. പണ്ടത്തെ പോലെയല്ല, ഗൗതം സാർ തന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഒരു ചിന്തയൊക്കെ നന്ദയുടെ ഉള്ളിൽ ഉണ്ടാവുക. കാരണം ഗൗതത്തിന്റെ മനസ്സിൽ ഇപ്പൊ ആ നന്ദയെക്കുറിച്ചുള്ള ചിന്തകളൊന്നുമല്ല, അഭിരാമി, അവളുടെ പ്രസവം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും. അതോടൊപ്പം തന്നെ പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു പക്ഷെ താനാ അവൾക്ക് സെക്യൂരിറ്റി കൊടുത്തെന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും. അങ്ങനെ നൂറ് ചിന്തകളാണ് ഗൗതത്തിന്റെ ഉള്ളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തന്റെ ഫ്രണ്ടാണ്, അവളെ രക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. അവള് വലിയ തീവ്രവാദി, എത്ര വലിയ തീവ്രവാദിയാണെങ്കിലും അവളെ തനിക്ക് ഒരിക്കലും കൊല്ലാൻ സാധിക്കില്ലെന്ന് ഗൗതത്തിന് നന്നായിട്ട് അറിയായിരുന്നു. പിന്നീട് നേരെ ഗൗതം അങ്ങോട്ട് ചെല്ലുവാണ്, അഭിരാമിനെ കാണാനായിട്ട് ചെല്ലുവാണ്. ആ സമയം അഭിരാമിക്ക് തീരെ വയ്യായിരുന്നു. അപ്പൊ അഭിരാമിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ഗൗതത്തിന് മനസ്സിലായി. ഗൗതം തന്നെ അഭിരാമിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ അഭിരാമിനെ അഡ്മിറ്റ് ആക്കുക. അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ കൂടെ നിൽക്കാനായിട്ട് ആരുമില്ല. പിന്നെ ഗൗതം അവിടെ നിൽക്കുക. ഈ സമയം നന്ദ വിളിക്കുന്നുണ്ട്. നന്ദ വിളിച്ചിട്ട്, ഗൗതം സാർ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരു അർജന്റ് മീറ്റിങ്ങിലാണ്, ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുക. പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഗൗതത്തിന്റെ ഉള്ളിൽ വല്ലാത്ത ടെൻഷനായിരുന്നു.
താൻ നന്ദയോട് ചതിയെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവളോട് ഈ കാര്യങ്ങളൊക്കെ വേണേ തുറന്നു പറയാം, പക്ഷെ അവൾ എങ്ങനെ ഇതിനെ ഉൾക്കൊള്ളുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് തുറന്നു പറയാതിരിക്കണേ. ആ ഒരു കുറ്റബോധം ഗൗതത്തിന് മനസ്സിലുണ്ടാവുന്നുണ്ട്. പിന്നീട് അവളെയും കൊണ്ട് അവൾക്ക് ഫുഡ് മേടിച്ച് അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഗൗതമായിരുന്നു. ഈ സമയത്ത് ഇടയ്ക്ക് നന്ദ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നന്ദയ്ക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. അപ്പൊ അങ്ങനെ നന്ദയുടെ മുഖമൊക്കെ വല്ലാതിരിക്കുമ്പോൾ ലക്ഷ്മിയമ്മ ഇതിനെക്കുറിച്ച് വന്ന് ചോദിക്കുന്നുണ്ട്. എന്താ നമ്മളെ എന്ത് പറ്റി? നീ ഒന്നുമില്ലമ്മയെന്നൊക്കെ പറഞ്ഞ് നന്ദ ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്തും ലക്ഷ്മിയമ്മയ്ക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങി. ഗൗതമൻ എന്തോ വല്ലാത്തൊരു പ്രത്യേകത ഉണ്ട്, പണ്ടത്തെ പോലെയൊന്നും അല്ല, അവനും നന്ദമോളുമായിട്ട് അത്ര അല്ലെന്ന് ലക്ഷ്മിയമ്മയ്ക്കും തോന്നി തുടങ്ങി. ലക്ഷ്മിയമ്മ ഇതിനെക്കുറിച്ച് നന്ദയോട് ചോദിക്കുകയും ചെയ്തു. പക്ഷെ നന്ദ അതൊന്നും പറയാതെ ഒഴിഞ്ഞു മാറുകയതേ. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഫുഡ് കഴിക്കാനായിട്ട് അവളെയും കൂട്ടി അഭിരാമീനെയും കൂട്ടിക്കൊണ്ട് ഗൗതം അങ്ങോട്ട് പോവാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അവിടെ വെച്ച് ഗൗതത്തിനെ അറിയാവുന്ന ഒരാൾ കാണുന്നത്. അപ്പൊ ഗൗതം ഇങ്ങനെ ഈ അഭിരാമിയുടെ കൈയും പിടിച്ച് പതുക്കി ഇങ്ങനെ, അത് പ്രഗ്നന്റ് ആണല്ലോ, ഇങ്ങനെ നടന്നിറങ്ങുന്ന അവർ കണ്ടു. ഈ ഒരു കാഴ്ച കണ്ടതും നേരെ എന്ത് ചെയ്യണം, ആ ഒരു വള്ളി പുള്ളി വിടാൻ നേരെ ഇന്ത്യവരത്തില് നന്ദയുടെ ഫ്രണ്ടായിരുന്നു കണ്ടേ. നന്ദനെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോ നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. കാരണം നന്ദി ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ട് കാര്യമല്ലത്. അങ്ങനെ നന്ദ ഈ കാര്യം ഇപ്പൊ നന്ദയ്ക്ക് ആദ്യം ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. ഗൗതം സാർ ആയിരിക്കില്ല എന്നൊക്കെ. പിന്നീട് നന്ദ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അവസാനം നന്ദ അതിനെക്കുറിച്ച് അന്വേഷിച്ചറിയുവാണ്. അങ്ങനെ അന്വേഷിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ശരിയാണ്, ഗൗതം സാറിന്റെ കൂടെ ഒരു സ്ത്രീയുണ്ട്, അവർ പ്രഗ്നന്റ് ആണ്, അവരെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാന്ന്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദ അവിടെ നിന്ന് പൊട്ടിക്കരയുവാണ്. പിന്നീട് അർജുൻ വരുന്നുണ്ട് അങ്ങോട്ട്. അർജുൻ വന്നു കഴിഞ്ഞിട്ട് നന്ദയുടെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. എന്നാ നന്ദയുടെ എന്ത് പറ്റി? എന്തോ കാര്യമുണ്ടല്ലോ, ഒരു കാര്യമില്ലാതെ നന്ദ കരയില്ലെന്നറിയാം. പിന്നീട് അർജുനോട് നന്ദയൊന്നും മറച്ചു വെച്ചില്ല. ഈ കണ്ട കാര്യങ്ങളും ഇതെല്ലാം വെളിപ്പെടുത്തുവാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അർജുന് വല്ലാത്ത വിഷമമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി. ഒരു പക്ഷേ ഗൗതമേട്ടൻ ഇങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു. പിന്നീട് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അർജുന് വല്ലാത്ത സങ്കടമൊക്കെ തോന്നിയായിരുന്നു. അർജുൻ നന്ദയ്ക്ക് വാക്ക് കൊടുത്തു, നന്ദയെടുത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ പോയി അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാം, എന്താ കാര്യം നമുക്കറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അർജുൻ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഗൗതം അങ്ങോട്ട് വന്നേ. അപ്പൊ ഗൗതത്തിനോട് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ നന്ദ ചോദിക്കുന്നുണ്ട്. പക്ഷേങ്കില് ഗൗതം ഒന്നും വിട്ടു പറയാനായിട്ട് കൂട്ടാക്കില്ല. അത് മാത്രമല്ല, ഗൗതം ഒരു കാര്യം വാക്ക് കൊടുക്കുകയും ചെയ്തു നന്ദയ്ക്ക്. ഒരു കാരണവശാലും നിന്നെ മറന്ന് ഞാൻ ജീവിച്ചിട്ടില്ല, അത് മാത്രം നീ ഇപ്പം മനസ്സിൽ കരുതിയാൽ മതി, മറ്റൊന്നും നീ വിചാരിക്കുക പോലും വേണ്ട, നീ അല്ലാതെ വേറൊരു പെണ്ണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് പറയാ. ഇത് കേട്ട നന്ദയ്ക്ക് അങ്ങോട്ട് വിശ്വാസം വന്നില്ല. പക്ഷെ എന്തൊക്കെയോ ഗൗതം സാർ തൻ്റെ നിന്ന് ഒളിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. പിന്നീട് ഗൗതം വന്നിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വീണ്ടും പോവാണ്. അപ്പൊ നന്ദയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. ഹോസ്പിറ്റലിലേക്കാണ് പോയേക്കുന്നത്. അർജുൻ അന്വേഷിക്കാനായിട്ട് പോയിട്ടുണ്ടല്ലോ. പക്ഷേങ്കിൽ ഈ സമയത്ത് ക്യാപ്റ്റൻ അഖിലയെ കുറിച്ച് തന്നെ ഡിപ്പാർട്ട്മെന്റ് കമ്മീഷണർ തന്നെ ഒരു അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അപ്പം ഗൗതമാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമൊന്നും കമ്മീഷണർക്ക് അറിയത്തില്ല. അവൾ എങ്ങോട്ടാ പോയത് എന്താണെന്നും അറിയത്തില്ലായിരുന്നു. അവസാനമാണ് അവർക്ക് ആ ഇൻഫർമേഷൻ കിട്ടുന്നത്. ക്യാപ്റ്റൻ അഖില ഹോസ്പിറ്റലിൽ ഉണ്ടെന്നുള്ള കാര്യം, അവരവിടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആയേക്കുന്ന കാര്യം. അങ്ങനെ ഈ സമയത്ത് ഇതൊന്നും അറിയത്തില്ലാതെ ഗൗതം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന സമയത്ത് തന്നെ അങ്ങോട്ട് അർജുനും ചെല്ലുന്നുണ്ട്. അങ്ങനെ അർജുൻ ചെന്ന് കഴിഞ്ഞിട്ട് ഗൗതത്തിനെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അർജുനോട് പിന്നെ ഗൗതത്തിന് സത്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിട്ട് വന്നു. എന്താ കാര്യങ്ങളൊക്കെ, കാടംകൊല്ലി വെച്ചുണ്ടായ കാര്യങ്ങളൊക്കെ. അർജുന് പട്ടാളക്കാരനായിരുന്നല്ലോ, അർജുനോട് മറച്ചു വെക്കേണ്ട കാര്യമില്ല. അങ്ങനെ അർജുനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞു, ഗൗതമേട്ടൻ എന്ത് ഭാവിച്ചാ, ഒരു പക്ഷേങ്കില് നാളെ ഇത് പ്രശ്നമായിട്ടുണ്ടെങ്കിൽ ഗൗതമേട്ടൻ ജോലിയെ കൂടെ ബാധിക്കുന്ന കാര്യം ഇത്. ആ ഒരു ചിന്ത പോലും ഗൗതമേട്ടൻ ഇല്ലേന്ന് ചോദിക്കാം. എടാ എനിക്ക് അറിയത്തില്ലാഞ്ഞിട്ടല്ല, പക്ഷെ നീ ഒന്ന് ചിന്തിച്ചു നോക്കേ, നമ്മുടെ കളിക്കൂട്ടുകാരിയല്ലേ അവള്, അതൊക്കെ ശരി തന്നെയാ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാ, അവളെ കൊലക്ക് കൊടുക്കാണ്ട് എനിക്ക് സാധിക്കുമോ? സൂരജ് മരിച്ചു, പക്ഷെ സൂരജിന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്, ആ കുഞ്ഞിനെ കൊല്ലാണ്ട് നമുക്ക് സാധിക്കുവാടാന്ന് ചോദിക്കുക. ശരിയാ. അങ്ങനെ അർജുനും ആകെപ്പാടെ പെട്ടുപോയി. അർജുനും വല്ലാത്തൊരവസ്ഥ. അർജുനും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒരു പക്ഷെ തങ്ങളുടെ കൂട്ടുകാരി ആമിയാണ് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്കുന്നു. അത് മാത്രമല്ല അവള് ക്യാപ്റ്റൻ അഖിലയാണ്, അവളാണ് തീവ്രവാദ സംഘത്തിലെ മെയിൻ ആളെന്നൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. അങ്ങനെ അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയെ ഈ സമയത്ത് കമ്മീഷണർ ഏർപ്പാടാക്കിയ ആൾക്കാര് അങ്ങനെ പോലീസുകാർ അങ്ങോട്ട് വരുവാണ്. അങ്ങനെ അവര് നേരെ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കയറുക. പിന്നീട് അഖിലയെക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയാണ്. അപ്പൊ അഭിരാമി എന്നുള്ള പേരായിരുന്നു അവിടെ കൊടുത്തിരുന്നത്. പക്ഷേങ്കിൽ ഫോട്ടോ കണ്ടിട്ട് അവർക്ക് മനസ്സിലാവുകയാണ്, അവരുടെ ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ
അഭിരാമിനെ അങ്ങനെ വിലങ്ങ് വെച്ച് കൊണ്ടുപോവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അർജുനും ഗൗതനും നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. എങ്ങനെ അവളെ രക്ഷിക്കുന്നു പോലും അറിയത്തില്ലാതെ, കാരണം അവൾ ഡെലിവറി കഴിഞ്ഞിട്ടില്ല, പ്രഗ്നന്റ് ആണ്. അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോണ സമയത്ത് ഇങ്ങനെ ഒന്നും ചെയ്യാനാവാതെ നോക്കി നിൽക്കുന്ന ഗോത്തിനെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ഇനിയിപ്പോ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഇതിന്റെ പേരിൽ ഇന്ത്യവരത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോ അർജുന്റെ ജോലി ചെയ്ത് ബാധിക്കുമെന്ന് പോലും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.